എത്ര സ്ത്രീകൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിട്ട് പടം കാണുന്നുണ്ട്. അതവർ ചെയ്യുകയാണെങ്കിൽ എത്ര വ്യത്യാസം വരും. കൂടുതൽ സ്ത്രീപക്ഷ സിനിമ ഉണ്ടാവണമെങ്കിൽ അത് സ്ത്രീകൾക്ക് ആവശ്യം വേണ്ട അങ്ങനെ ഒരു സിനിമ. അവരാ പടം ഹൗൾഡ് ഓവർ ആവണതിന് മുമ്പേ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ച തിയേറ്ററിൽ നിൽക്കും. ഇതിൻ്റെ ഒരു ഡൈനമിക്സ് അങ്ങനെയാണ്. 3 days പടം ഓടിയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ത്രോൺ ഔട്ട്. അതുകൊണ്ട് സൺഡേ കഴിഞ്ഞിട്ട് കാണണമെങ്കിൽ ആ പടം അവിടെ ഉണ്ടാവണ്ടേ. Kerala Films for the first time ഒരു ഫിലിം കോൺക്ലേവ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. That will come out with a film policy. ഈ ഫിലിം പോളിസിയിൽ അതിന് പല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് പലയിടത്തു നിന്ന് വന്ന പല കംപ്ലൈൻറ്റ്സ്, ദെൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആക്ടേഴ്സ് അസോസിയേഷൻ അകത്തുള്ള ഡെവലപ്മെന്റ്സ്, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഫിലിം പോളിസി വരുന്നത്. സോ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കും ഈ ഫിലിം ഫ്രട്ടേണിറ്റിയിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കും എന്താണ് ഫിലിം പോളിസിയുടെ ഒരു കോർ ഏരിയ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരിക്കും സാധാരണ ഒരു ഫിലിം പോളിസി നമ്മുടെ ഇന്ത്യയിൽ കുറേ സ്റ്റേറ്റ്സിന് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഡയറക്റ്റീവ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒരു ഫിലിം പോളിസി ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ പല ഡെവലപ്മെൻറ്റ്സും വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റാണ് പറഞ്ഞത് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഞങ്ങൾ പോളിസിയുടെ മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഫിലിം പോളിസിക്ക് ഇത്രയും പ്രസക്തം ആയിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തത് അവർ ഈ ഒരു 75 കൂടുതൽ സംഘടനകളോട് സംസാരിക്കുന്നു. അവരുടെയൊക്കെ ഒരു ആശയങ്ങൾ എങ്ങനെയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്, അവർ ആഗ്രഹിക്കുന്ന പരിഹാരങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അവരോട് സംസാരിച്ചിട്ട് അത് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഐ തോട്ട് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആദ്യം തന്നെ ഒരു പോളിസി കമ്മിറ്റിയെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൂടാതെ പുറത്തുള്ള ഒരു ഏജൻസീനെ ദേ ഹാവ് ഔട്ട്സോഴ്സ് ദ റൈറ്റിംഗ് ടു എ പ്രൊഫഷണൽ പോളിസി റൈറ്റിംഗ് ഏജൻസി, വിച്ച് ഈസ് ആക്ച്വലി ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. നമുക്കൊന്നും എഴുതാൻ പറ്റുന്നതല്ലല്ലോ ഈ പോളിസി എന്ന് പറയുന്നത്. അതിൽ നല്ല എക്സ്പീരിയൻസും അതിനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി പത്മപ്രിയ ഹൂസ് ആക്ച്വലി ഒരു പോളിസി അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ളൊരു വ്യക്തി, അവർ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഈ പറയുന്ന ഇപ്പോൾ CPPR പോലത്തെ ഒരു ഏജൻസിനെ അത് ഏൽപ്പിക്കുമ്പം അവരുടെ ഒരു പ്രൊഫഷണലിസമും കൂടെ അതിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു അപ്രോച്ച് ആയിട്ടാണ് തോന്നിയത്. ബട്ട് സത്യം പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ 75 ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇന്നലെ ഇപ്പോൾ അവിടുത്തെ ഒരു ഓപ്പൺ ഫോറമിൽ വെച്ചിട്ട് ഈ പല സംഘടനകളിലെ ആൾക്കാരെ എണീച്ച് നിന്ന് സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് സോ ലവ്ലി. അങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കുക, എല്ലാവർക്കും ഒരേ ഒരു സ്പേസ് ഉണ്ടാവുക സംസാരിക്കാൻ, അവർക്ക് അവിടെ കാര്യങ്ങൾ പറയുക, ആൻഡ് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള ഹോപ്പിലാണ് ഈ പറയണത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഏറ്റവും വലിയൊരു വിജയം. ബാക്കി ഫിലിം ഇൻഡസ്ട്രീസിലും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് സിമിലർ ആണ്? സിമിലർ വെരി വെരി സിമിലർ. സെയിം കൈൻഡ് ഓഫ് പവർ കറപ്ഷൻ, ഈ സെക്ഷൽ ഹാരസ്മെൻറ്റ്, പല ഗ്രീവൻസിന് റിഡ്രസലിന് സ്പേസസ് ഇല്ലാത്തതും ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻസും സിമിലർ ആവണമല്ലോ. ആൻഡ് അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞങ്ങളൊരു സെറ്റ് ഓഫ് WCC റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ കമ്മിറ്റിയുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തു. അത് കൂടാതെ പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അവർക്ക് കുറേ കൂടുതൽ ഇൻഫർമേഷനൊക്കെ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ദിസ് വാസ് എ റിയൽ ലേണിംഗ് എക്സ്പീരിയൻസ്. ബിക്കോസ് see, we're filmmakers, we're not policy makers, we're not people who do this day in day out. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുകയെന്ന് ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഇത് ശരിക്കും പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ ശരിക്കും എന്തോ ഒരു കോഴ്സ് ചെയ്തൊരു മട്ടുണ്ട്, ഫെമിലറൈസേഷൻ ആയിട്ടുള്ളൊരു കോഴ്സ്, വേർ ഹൗ ഡു യു അപ്രോച്ച് ദിസ്. ആൻഡ് അപ്പോൾ ഞങ്ങൾ വി കോൺടാക്ട് ഇപ്പോൾ ലേബർ പ്രാക്ടീഷണേഴ്സ്, ഈ ലീഗലായിട്ട് എഴുതുന്ന ആൾക്കാർ, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് ചോദിച്ചു റിപ്പോർട്ട്സൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ എഴുതുക, അതിൽ നിന്നുള്ള ഫോമാറ്റൊക്കെ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഞങ്ങളൊന്ന് എത്തുന്നത്. അപ്പോൾ ഇറ്റ് മേ നോട്ട് ബി എ ഗ്രേറ്റ് പേപ്പർ, ബട്ട് I think it's with a lot of passion and a lot of energy invested and a lot of real hope for change. That is what is there in that. And we documented everything and ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആ ഇൻറ്ററാക്ഷനിലും ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യമായിട്ടാണ് അവരും അപ്രോച്ച് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഞങ്ങൾ മാത്രമൊന്നുമല്ല, വേറെ കുറേ പേരോട് അവർ സംസാരിക്കുമ്പം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ ഇത് സത്യാവസ്ഥയാണ്, ഇതിനൊരു പരിഹാരം വേണമെന്ന് കേൾക്കുന്ന ആൾക്കാർക്കും തോന്നുള്ളൂ. ആൻഡ് ഈ പറയുന്ന അവർ ഏൽപ്പിച്ച CPPR എന്ന് പറഞ്ഞ ഏജൻസിയിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. സോ അവരുടെ വകയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദ പ്രോസസ് ഹാസ് ബിൻ വെരി എഡ്യൂക്കേറ്റീവ് ഫോർ എവ്രിബഡി കൺസേൺഡ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും തന്നെ അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, എല്ലാ ഓർഗനൈസേഷൻസിനും അവർ ഈക്വൽ സ്പേസ് കൊടുത്ത മാതിരി ഫീൽ ചെയ്തു. അല്ലാതെ ചിലവർക്ക് മാത്രം കൂടുതൽ അവർ പറയണ കേൾക്കുക, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക, അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നത്. അല്ലാതെ ഇൻഡസ്ട്രി ഡിസ്കഷൻസിലേക്ക് it is rarely that we are involved, right? You mean WCC, correct. So it's a rare opportunity, and so we are excited to contribute, and that's what we've tried to do. പിന്നെ അതിന്റെ റിസൾട്ട്സ് ഒക്കെ സ്പേസ് എന്നുള്ളതിൽ നിന്ന് മാറി ഇൻഡസ്ട്രി ആയിട്ട്, അതായത് ഇതൊരു വർക്ക് എൻവയോൺമെന്റ് ആണ്, വർക്ക് എത്തിക്സ് ഉണ്ട്, വർക്ക് ലോസ് ഉണ്ട്, ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നൊരു ബോധം ഈ സെക്ടറിന് വന്നിട്ടുണ്ടോ? ഇപ്പോഴും ഇതൊരു ക്രിയേറ്റീവ് ആണ്, അതുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു ഇല്ല, ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം അവർ അങ്ങനെ അതിനാവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഏതൊരു ഇൻഡസ്ട്രിക്കും ഒരു ആക്കുണ്ടാവുമല്ലോ. ഒരു തിരക്കഥ എടുത്ത ഒരു ക്യാരക്ടറിന് ഉണ്ടാവുന്ന ആക്ക് പോലെ തന്നെയാണ്. തുടങ്ങുമ്പോൾ ഒരു രീതിയായിരിക്കും, പിന്നെ പല സാഹചര്യങ്ങളും വരും, അത് കാരണം ഷേപ്പ് ചെയ്ത് വരും ഒരു വർക്ക് കൾച്ചർ. ആ വർക്ക് കൾച്ചർ അതിൻ്റെ ഒരു പ്രാക്ടീസ് കുറേ കാലം നിലനിൽക്കുമ്പോൾ വേറെ ചില ഫോഴ്സസ് വരുമ്പോൾ അത് തന്നെ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ ഇറ്റ്സ് ചേഞ്ച് ഇസ് നാച്ചുറൽ. ഇതൊക്കെ എവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എല്ലാ ചെറിയ പൊട്ടിത്തെറിയും ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. സോ ആ ചേഞ്ചിനെ ആക്കാണത്. എന്ത് ചേഞ്ച് വരുമ്പോഴും ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. സോ കേരളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥ റിലേഷൻ ടു വിമൻ കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ് എത്ര മോശമാണ് അല്ലെങ്കിൽ എത്ര ബെറ്റർ ആണ്? ഐ തിങ്ക് പലതരം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് കേരളത്തിനെക്കാട്ടും എത്രയോ മോശം ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ആൻഡ് അവിടെ അവർക്ക് സംസാരിക്കാൻ പോലും ഒരു സ്പേസ് ഇല്ലാതെ ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ആരും കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്നല്ല. ഇറ്റ്സ് ദാറ്റ് അത് പറയാൻ പോലും ഉള്ളൊരു സ്പേസ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതേസമയം അവിടുന്ന് മാറിയിട്ട് കുറേ ഭേദപ്പെട്ട ഇൻഡസ്ട്രീസും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന പോഷ് കംപ്ലയൻസിൻ്റെ കാര്യം തന്നെ എടുക്കുക. 2013 വന്നൊരു ലോ ആണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ എവിടെയും ആരും അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു കേസ് വന്നു, നിങ്ങൾക്ക് അറിയണ്ടാവും, തനുശ്രീ ദത്തയുടെ ഒരു കേസ്. അവരിത് കേസ് ഫയൽ ചെയ്തിട്ട് അവരിതിനെക്കുറിച്ച് അവിടുത്തെ വിമൻസ് കമ്മീഷന് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഐ ബിലീവ് ഇറ്റ് വാസ് മിസ്സിസ് വിജയ റാഹട്കർ ആയിരുന്നു അന്ന് അവിടുത്തെ ചെയർപേഴ്സൺ. ഇന്ന് അവർ നാഷണൽ വിമൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ്. അവരെടുത്ത ആക്ഷൻ ഭയങ്കര ഒരു ബോൾഡ് ആക്ഷൻ എടുത്തു. ഉടനെ അവർ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചു അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഗിൽഡിന്. ആൻഡ് അവരോട് പറഞ്ഞു, 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫിലിം കമ്പനീസ് എല്ലാം കംപ്ലൈൻറ്റ് അല്ലാത്ത ആൾക്കാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പോകണം. ഐ മീൻ ദാറ്റ്സ് എ വെരി സ്ട്രോങ് ആക്ഷൻ. വാട്ട് ഡു യു ഡു? ഉടനെ പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് ഒരു പാനൽ ഉണ്ടാക്കി കംപ്ലയൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, ഏറ്റവും പവർഫുൾ പ്രൊഡ്യൂസേഴ്സ് അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് വിത്തിൻ 30 days they achieved that. So it's not rocket science. അപ്പം അങ്ങനെ ഒരു ത്രെറ്റ് വന്നപ്പം കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ത്രെറ്റാണ്. അവരുടെ ബിസിനസ് ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ അവർ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? സോ ദേ കനോട്ട് ഹാവ് ദാറ്റ്. ദെയർഫോർ ആ സ്ട്രീം ലൈനിങ് വളരെ പെട്ടെന്ന് നടന്നു. അത് കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നല്ല. ഈ പോഷ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല, അത് പരിഹരിക്കാനൊരു വഴിയാണ്. പിന്നെ ഈ പറയുന്ന ആക്ട് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ്, പ്രൊഹിബിഷൻ, പ്രിവെൻഷൻ ആൻഡ് റിഡ്രസ്സലാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രവണത പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളൊരു ഒരു ഫസ്റ്റ് അതാണ്. ഒരു IC എന്ന് പറയുമ്പോൾ നേരത്തെ ICC എന്നായിരുന്നു പറയാം, അപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി. പിന്നീട് അത് IC ആക്കി. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു ദാറ്റ് കംപ്ലയിൻറ്റ്സ് കേൾക്കാനുള്ളൊരു കമ്മിറ്റിയാണതെന്ന്. അതല്ലല്ലോ, നിങ്ങൾക്കും ഇവിടെ IC ഉണ്ടാവുമല്ലോ. ഈ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ അതാണ് ആക്ച്വലി വലിയ ഡ്യൂട്ടി.
അങ്ങനത്തെ ഒരു ബോധവൽക്കരണമൊക്കെ നടക്കണമെങ്കിൽ ഈ IC വേണം അത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ട് മാത്രമാണ് റിഡ്രസൽ വരുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദേ ലോസ്റ്റ് ദ കംപ്ലയിൻറ്റ്. സോ ഇറ്റ്സ് ഓൺലി ഇന്റേണൽ കമ്മിറ്റി റൈറ്റ് നൗ. സോ ഹൗ ക്വിക്ക്ലി ദേ ഇംപ്ലിമെൻറ്റഡ് ദാറ്റ്. ആൻഡ് ഐ റിമെമ്പർ ഗോയിങ് ടു ബോംബെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ പോകുമ്പോൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാവും, സെക്ഷൽ ഹാരസ്മെൻറ്റ് ഇസ് പ്രൊഹിബിറ്റഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് ടു സീ ദാറ്റ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എക്സലന്റ് എൻ്റർടൈൻമെൻറ്റ്. ആ കാലത്ത് ഞാൻ എന്നിട്ട് അത് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിങ് ദാറ്റ്. സോ ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, അല്ല ഇങ്ങനെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അത് മോശമല്ലേ? അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണത്. അത് മോശമല്ലേ എന്ന് പറയുമ്പം അങ്ങനെ ഒരു പ്രവണത ഇല്ലതല്ലേ മോശം. ഇത് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയണത് അതിലെന്ത് നാണക്കേടുള്ളത്? പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ സ്പേസാണ്. ഇപ്പോൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്പേസസിൽ നിന്ന് നമ്മൾ മാറി വരികയാണ്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് IC ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനെ സ്പിരിറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. എന്നാലും ചിലവരൊക്കെ ഉണ്ട്. നമുക്ക് ഹോപ്പ് എവിടെയാണ് ഫീൽ ചെയ്യണത് അറിയോ? വെൻ പുതിയ യങ് പ്രൊഡ്യൂസേഴ്സ് അവരാദ്യമായിട്ട് എവിടെയോ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് വരുന്ന യങ് ജനറേഷൻ, അവർ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്കൊരു IC വേണം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്ന് എങ്ങനെയെങ്കിലും ഒരു എക്സ്പേർട്ട് ഉണ്ടോ ഹു ക്യാൻ ഗൈഡ് us ത്രൂ ദിസ്. പിന്നെ ഞങ്ങൾക്കൊരു എക്സ്റ്റേണൽ മെമ്പർ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്നൊക്കെ അവർ വളരെ ഈഗറായിട്ട് ചോദിക്കുമ്പോൾ that's where you feel hope. You feel great. ഇതൊക്കെ ശരിക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ആൻഡ് അങ്ങനത്തെ സെറ്റിൽ പോകുമ്പോഴും നമുക്കറിയാം ദാറ്റ് അവരുടെ വർക്ക് കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്. ദേ ആർ ഹിയർ ടു ഡു വർക്ക്. സോ ആൻഡ് ആ ഒരു ഓൾഡ് സ്കൂൾ വഴികൾ നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട് ആ ഓൾഡ് സ്കൂൾ വഴിയിൽ. അതിന് കുറേ അഡ്വാൻറ്റേജസും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലൊരു വളരെ ഇൻഡി ഫിലിം കൾച്ചറാണ്. ഇപ്പോൾ ഇവിടെ വേറെ എവിടത്തേക്കാട്ടും ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, എനിക്ക് ഈ ഒരു കഥ ഒന്ന് പെട്ടെന്ന് സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റും. മറ്റ് ഇൻഡസ്ട്രീസിൽ അതൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ പറ്റുന്നൊരു സ്ഥലത്ത് വേണ്ട ചെറിയ ചില ചിട്ടകൾ മാത്രമാണ് ഈ പറയണത്. അത് വളരെ ബേസിക് ഹ്യൂമൻ നീഡ്സിൻ്റെ ഒരു കാര്യങ്ങളാണ്. ആരുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാതെ നമുക്ക് വർക്ക് ചെയ്യാം, അത്രേ പറയണുള്ളൂ.